പക്ഷേ ഈ CPM നേതാക്കളെ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളത്, ഒരുപക്ഷെ ജനങ്ങളുടെ നെഞ്ചത്തൊക്കെ കയറി നമുക്ക് മാറ്റി നിർത്താം, വലിയ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ളവര് പല അടിച്ചുമാറ്റലുകൾ നടത്തുന്നു. ഇംഗ്ലീഷിന്റെ ABCD അറിയില്ല. ഒരു ഇംഗ്ലീഷ് അധ്യാപികയായ നമ്മുടെ മന്ത്രി പറഞ്ഞത് വീടെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയെന്ന്. അങ്ങനെ അത്രമാത്രം ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ലാത്ത തരത്തിലാണ് പലപ്പോഴും അവരുടെ സംസാരവും പെരുമാറ്റവും. A റഹീമൊക്കെ ഇതിന്റെ എത്ര കിട്ടിയാലും പഠിക്കാതെ ഇപ്പൊ വീണ്ടും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. The honest investigation is going on underway under the leadership of the High Court of Kerala. കണ്ടല്ലോ പക്ഷെ ബബ അടിച്ച് പഠിക്കൂല, എത്ര കിട്ടിയാലും പഠിക്കൂല. അത് പക്ഷെ അതിന് വേണം ഒരു ചങ്കുറപ്പ്. ഇപ്പൊ ഈ അടുത്ത ദിവസം കണ്ട നമ്മുടെ UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി റോജി M. ജോൺ, അദ്ദേഹം ഒരു കോളേജിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഇംഗ്ലീഷിൽ തന്നെ കൃത്യമായി മറുപടി പറയുന്നു. വേണമെങ്കിൽ അദ്ദേഹം JNUവിലാണ് പഠിച്ചത്, പിന്നെ ഈ ഡൽഹിയിലാണ് പഠിച്ചത്, അതുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസ് ആയിട്ട് സംസാരിക്കാൻ കഴിയുമെന്നൊക്കെ പറയാം. പക്ഷേ ഇംഗ്ലീഷ് അധ്യാപകരായവരും ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ PhD നേടിയവരും ഒക്കെ പഠിക്കുന്നത് ഇത് തന്നെയല്ലേ? ഒരു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കാണ്ടേ? തീർച്ചയായിട്ടും ഈ പുതിയ തലമുറയുടെ ലീഡർഷിപ്പ് എന്തായിരിക്കണമെന്ന് നമ്മുടെ മന്ത്രിമാരും പുതിയ നേതാക്കളും പഠിക്കേണ്ടതാണ്. ആരെയാണ് നിങ്ങൾ ഭരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു വേദിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് കയറി നിന്ന് സംസാരിക്കുമ്പോൾ ആരാവട്ടെ, അയാൾ ഓർക്കേണ്ട കാര്യം, അയാളുടെ മുമ്പിലിരിക്കുന്ന 200 പേരും തന്നേക്കാൾ വിവരവും ബോധമുള്ളവരാണ്. അവരാണ് ഏറ്റവും പുതിയ കാലത്തിന്റെ കൂടെ ജീവിക്കുന്നവരാണ്. അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ധാരാളം ആപ്പുകൾ അവരുടെ കയ്യിലുണ്ട്. കോളേജിൽ തന്നെ പോകണമെന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെയാണ്, ഇംഗ്ലീഷിന്റെ ആക്സെന്റ് എങ്ങനെയാണ്, ഇംഗ്ലീഷിന്റെ ഫ്ലുവൻസി എങ്ങനെയാണ്, അത് ഏറ്റവും ചുരുങ്ങിയത് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ വിഷ്വൽ മീഡിയയിലെങ്കിലും അവർ കണ്ടുകൊണ്ടിരിക്കും ധാരാളം മികച്ച മാതൃകകൾ. ഇപ്പോൾ ശശി തരൂർ ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റി ചെന്നാലും പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് ആളുകൾ കേട്ടിരിക്കും. അത് ലാംഗ്വേജ് തന്നെയാണ് പ്രധാനം. ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് തന്നെയാണ്. അതിന് നമ്മൾ വില കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അതിന് നമ്മൾ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഇപ്പോൾ പഴയ നേതാക്കന്മാരൊക്കെ ജനസേവനം കൊണ്ട് ജീവിച്ചവരല്ലേ, അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കും. പഴയ നേതാക്കന്മാരല്ല പുതിയ നേതാക്കന്മാർ, പഴയ കാലത്തല്ല പുതിയ കാലം. പഴയ അണികൾ ആരാണ്? ഇവരുടെയൊക്കെ അണികൾ സാധാരണ തൊഴിലാളികളും നിരക്ഷരന്മാരായ മനുഷ്യരുമാണ്. അവരോടല്ല ഇപ്പോൾ അവർ വോട്ട് ചോദിക്കേണ്ടത്, അവരെ അല്ല ഭരിക്കേണ്ടത്, അവർക്ക് വേണ്ടിയല്ല പദ്ധതികൾ ഉണ്ടാക്കേണ്ടത്, അവർക്ക് വേണ്ടിയല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ പുതിയ തലമുറയുടെ ലീഡർഷിപ്പിന് ഈ പ്രധാനപ്പെട്ട സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് വേണം. നിർഭാഗ്യവശാൽ കോളേജിൽ പോയാലും പോയില്ലെങ്കിലും ബിരുദം കിട്ടും, പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ജയിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് രാഷ്ട്രീയ നേതാക്കൾ എത്തിയത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഒന്നും വേണ്ട, ഇപ്പോൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, ഇപ്പോൾ ഒരു വെസ്റ്റേൺ ആക്സെൻ്റ് ഒന്നും അല്ലെങ്കിലും പടിഞ്ഞാറൻ ആക്സെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും മോശമല്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ ഇംഗ്ലീഷ് സംസാരിച്ചൊരു നേതാവിൻ്റെ പേര് K. കരുണാകരൻ എന്നാണ്. VS 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ വരെ പഠിച്ചിട്ടുള്ളൂ. VS ഒരു അധ്യാപകനെ വെച്ചിട്ടാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ മെനക്കെടാൻ തയ്യാറല്ല പുതിയ തലമുറ. ഇവരെന്താ അറിയോ, ഇവരുടെ കയ്യിലൊക്കെ കൊട്ടക്കണക്കിന് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. ഇവർ തന്നെ ഭരിക്കുമ്പോൾ ഇവർക്ക് കിട്ടുകയും ചെയ്യും. അത് വാഴക്കുലയൊക്കെ കണ്ടില്ലേ? അത് വല്ലാത്തൊരു അവസ്ഥയല്ലേ, ദയനീയമല്ലേ? മലയാള സാഹിത്യത്തിന് CPM കൊടുത്ത ഏറ്റവും അപമാനമല്ലേ വാഴക്കൊലയുടെ പേരിലുണ്ടായ വിവാദം? ഇവർക്കൊക്കെ ഡോക്ടറേറ്റ് കിട്ടും. ഇവര് പരീക്ഷ, അതാണ് പറഞ്ഞത്, ഇവർക്ക് എത്ര PG വേണമെങ്കിലും കിട്ടും. പക്ഷേ ഒന്ന് ക്യാമ്പസിൽ പോയി പഠിക്കേണ്ടത്, ക്യാമ്പസിൽ അലിഞ്ഞു ചേർന്ന് ക്യാമ്പസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വിദ്യാർത്ഥിത്വം, സ്റ്റുഡൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇവർക്ക് ആകെ അറിയാവുന്നത് സമരം ചെയ്യാനും അടിച്ചു പൊളിക്കാനും മാത്രമാണ്. അതുകൊണ്ട് അവർ പഠിച്ചിട്ടില്ല, പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല. ലാംഗ്വേജിൽ ഇനിയിപ്പോൾ ലാംഗ്വേജ് പഠിക്കേണ്ട വിധം പഠിച്ചില്ല. അതിന് എങ്ങനെ പഠിക്കുക? ഇംഗ്ലീഷിന്റെ പ്രൊഫസറാണ് R. ബിന്ദു. എന്തായിരുന്നു അവരുടെ സ്ഥിതി? ഈ പ്രൊഫസറാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടാവുക? ഞങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ച ഫറൂഖ് കോളേജിൽ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു പ്രൊഫസർ ജയപ്രകാശ് സാറുണ്ട്, JP എന്ന് പറയും. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് റീഡർ ആയിരുന്നു അന്ന്. ന്യൂസ് റീഡർ കൊട്ടേഷൻ ഇതിൽ പോകുന്നതാണ്, കരാർ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, കോളേജിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അന്നും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കേട്ട് പഠിക്കണം. കേട്ട് തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക. അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ളവർ പഠിപ്പിച്ചാൽ എങ്ങനെയാണ് നന്നാവുക? അപ്പോൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവർക്കും ഭാഷയില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് പുതിയ കാലത്തെ രാഹുൽ ഗാന്ധി ഇടക്കാലത്ത് അത് കീപ്പ് ചെയ്യുന്നു. ഇന്ത്യയിൽ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഡെപ്ത് ഉണ്ടോ,
എന്നതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. ശശി തരൂരിനോളം എന്തായാലും രാഹുൽ ഗാന്ധി എത്തൂല. കാരണം അത് വായിച്ചും പഠിച്ചും ചിന്തിച്ചുള്ള സ്വന്തം ജ്ഞാനം കൂടി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പുറത്തൊക്കെ പഠിച്ചുകൊണ്ട് ഇതുണ്ട്. പക്ഷേ ഈ ആരുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ നേതാവിനെ ഞാൻ മഷിയിട്ട് തെരഞ്ഞിട്ട് ഒരു നേതാവിനെ CPM-നകത്ത് പിണറായി വിജയന്റെ മലയാളം കേൾക്കാൻ ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് കൊണ്ടിരുത്തണം. നിനക്കറിയോ, പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കാൻ കോട്ടപ്രകാരം ആളുകൾ വന്നിരിക്കുക, എന്നിട്ട് ഉറക്കം തൂങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് പിണറായി വിജയന്റെ പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലും മലയാളം കിട്ടിയിട്ടുണ്ട് ഇന്ന് വരെ? അയാൾ എന്തെങ്കിലും രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടുണ്ടോ? അയാൾ മാർക്സിസം പഠിപ്പിച്ചിട്ടുണ്ടോ? അയാൾ എന്തെങ്കിലും രാഷ്ട്രീയ നയങ്ങൾ പഠിച്ചു പറഞ്ഞിട്ടുണ്ടോ? അയാൾ ഏതെങ്കിലും സാഹിത്യ പുസ്തകത്തിന് മലയാളത്തിലെ ഒരു പുസ്തകത്തിന്റെ പേര് പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിന്നെ ഈ ഊരിപ്പിടിച്ച വടിവാളൊക്കെ എവിടെ? വടിവാളിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടാവും. കാരണം ആളെ കൊല്ലാൻ നടക്കുകയും അതിന് കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്യുന്ന പണി പഠിച്ച ആൾക്ക് അതാണ് അയാളുടെ ബിരുദം. അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞ ഇപ്പോ ഞാൻ നോക്കുമ്പോൾ ഒട്ടുമില്ലാത്തത് ഒരു മനുഷ്യനെ മഷിയിട്ട് ഇപ്പോ കിട്ടാനില്ലാത്തത് എവിടെയാ? CPM-ലെ ഒരാളാലോചിച്ച് നോക്കൂ. ജോൺ ബ്രിട്ടാസ് പോലും എഴുതി കാണാപ്പാടം പലവട്ടം പഠിച്ചിട്ടാണെങ്കിലും കഷ്ടിച്ച് പാർലമെന്റിൽ ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ നന്നായി സംസാരിക്കുന്നുണ്ട് കൊല്ലത്തെ NK പ്രേമചന്ദ്രൻ. പടിഞ്ഞാറൻ ആക്സെന്റ് ഒന്നും വേണമെന്നില്ല, ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ പാർലമെന്റിൽ പോയിട്ട് മലയാളത്തിൽ പറഞ്ഞൂടെ? പറയാം. പക്ഷേ ആ മലയാളം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ നമ്മുടെ മോണിറ്ററിലൂടെ ആളുകളിലേക്ക് എത്തിക്കണം, ഇയർഫോണിലൂടെ എത്തിക്കണം. നേർക്ക് നേരെ പാർലമെന്റിൽ മഹാഭൂരിപക്ഷത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ കഴിയുമെങ്കിൽ അയാൾ തന്നെയല്ലേ മികച്ചു നിൽക്കുക? അതാണ് ഇവർ പഠിച്ചു പോകേണ്ടത്. പാർലമെന്റിൽ പോയിട്ട് ഇത്രയും കാലം ഈ റഹീം പഠിച്ചില്ല ഇംഗ്ലീഷ്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റോ സെക്രട്ടറിയോ പോസ്റ്റായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് DYFIക്കാരെ കണ്ടേ? അവരോടെങ്കിലും ഭാഷ പറഞ്ഞു പഠിക്കണ്ടേ? ഇവർ ഈ പാർട്ടി ക്ലാസ്സിനിടയിൽ, ഞാൻ പറയുന്നത് ഇവരുടെ DYFI കമ്മിറ്റിക്കിടയിൽ അരമണിക്കൂറെങ്കിലും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു പഠിച്ചൂടെ പരസ്പരം? നമ്മൾ ഈ അന്താക്ഷരി പഠിക്കുന്നില്ല, അതുപോലെ ഇരുന്ന് പഠിച്ചൂടെ? ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല. CPM-ൽ എനിക്ക് തോന്നുന്നില്ല CPM-ൽ കൊള്ളാവുന്ന ഒരു നേതാവിനെയും ഭാവിയിലേക്ക് കാണാനില്ല. ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ കുറെ പേരുണ്ട്. അതിൽ VD സതീശൻ മോശമല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മൾ പല കണ്ടിട്ടുണ്ട്. പിണറായി വിജയനോട് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ 10 കൊല്ലം മുഖ്യമന്ത്രിയായില്ലേ? ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ ഇംഗ്ലീഷ് പത്രക്കാരൻ ചോദിച്ച ചോദ്യത്തിന് അയാൾ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? സതീശന് പറ്റുന്നുണ്ട്. സതീശന്റെ മന്ത്രിസഭയിൽ, പക്ഷെ കേരളത്തിൽ ഇന്ന് വരെ ചെറുപ്പക്കാരെ മന്ത്രിസഭയിൽ ആദ്യമായി കൊണ്ടുവന്ന പിണറായി വിജയനാണല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു P. രാജീവ് ഒന്ന് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റിന് മറുപടി പറയാൻ നമ്മളാരെയും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ സെക്രട്ടറിമാർ എഴുതി കൊടുത്ത പ്രസംഗം എവിടെയെങ്കിലും യോഗങ്ങളിൽ കോൺഫറൻസുകൾ വായിക്കുന്നുണ്ടോ? അതൊന്നും അല്ല പ്രശ്നം. ഇൻസ്റ്റന്റ് ആയിട്ട് സ്പോണ്ടാനിയസ് ആയിട്ട് ഒരു വേദിയിൽ വരുന്ന ചോദ്യത്തിന് അപ്പോൾ കടലാസില്ലാതെ എഴുതി വായിക്കാതെ അപ്പോൾ മറുപടി പറയുന്നതാണ് ഭാഷയുടെ സ്കില്ല്. ഒരു കുട്ടി റോജി M. ജോണിനെ നീ പറഞ്ഞ വളരെ ശരിയാണ്. റോജി M. ജോൺ അത് ചെയ്തു. ഒരു കോളേജിൽ ചെന്നപ്പോൾ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിൽ നല്ല എക്സ്പേർട്ടായിരിക്കും കുട്ടികൾ. ആ ചോദ്യം ഇരുന്ന് സൗമ്യമായിട്ട് കേട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കേണ്ട ഇംഗ്ലീഷിൽ കേട്ട് വല്ലതും മനസ്സിലായാൽ തന്നെ തനിക്കറിയാവുന്ന മലയാളത്തിലായിരിക്കും മറുപടി പറയാമെന്ന്. അങ്ങനെ പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തൊന്നുമില്ല. പക്ഷെ കോളേജിലെ ലാംഗ്വേജ് തീർച്ചയായിട്ടും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. കോളേജിൽ പഠിക്കുകയും കോളേജിൽ ഇംഗ്ലീഷിൽ പഠിക്കുകയും ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് ഇംഗ്ലീഷിൽ വന്നൊരു ചോദ്യത്തിന് മലയാളത്തിൽ ഉത്തരം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഉറപ്പല്ലേ അയാളാവില്ല ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുക. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കേരളം അത്. കേരളം മാറിയിരിക്കുന്നു അവർ പറയണം. ഞങ്ങളൊക്കെ മലയാളത്തിന് വേണ്ടി വാദിച്ചവരാണ്. മലയാളം മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു കുറ്റമല്ല. അതെന്ന് അന്തക്കാലത്ത്, ഇപ്പൊ കുറ്റം തന്നെയാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്ക്, ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലാണല്ലോ സംസാരിക്കുന്നത്. കേരളത്തിൽ ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മഹാഭൂരിപക്ഷം വോട്ടർമാർക്ക് ഇദ്ദേഹത്തെക്കാൾ നന്നായി ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇംഗ്ലീഷിൽ സംസാരിക്കാനെങ്കിലും അറിയാത്തവൻ നോമിനേഷൻ കൊടുക്കാൻ പോകരുത്. അതാണ് റോജി M. ജോൺ ഇത്ര നല്ല മാതൃക. നമുക്ക് എന്തൊരു സന്തോഷമാണ് കാണുമ്പോൾ. നമുക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയോടൊന്നും യോജിപ്പുണ്ടായിട്ടല്ല, പക്ഷേ നമ്മുടെ മന്ത്രിയാണല്ലോ. അത് കാണുമ്പോൾ പ്രത്യേകിച്ചും അധ്യാപകനായിരുന്ന വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന എനിക്കൊക്കെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു ഭാഷയിൽ ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു ആശയം അതിമനോഹരമായിട്ട് സംസാരിച്ചു. റോജി M. ജോണിനെ നമുക്ക് അഭിനന്ദിക്കണം. ഈ സമയത്ത് അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷം പങ്കിടണം. അതേ സമയത്ത് ഈ റഹീമിനെ പോലുള്ളവർ ഈ പണി നിർത്തി പോകാൻ പറയണം. അല്ലാതെ എന്ത് പറയാനാണ്? എനിക്ക് പറ്റില്ല എന്ന് പറയണം. ആ പാർട്ടിയിൽ ഇതിനേക്കാൾ കൊള്ളാവുന്ന ആളുകൾക്ക് അവസരം കൊടുത്താൽ മുന്നോട്ട് വരും. ഗുണ്ടായിസം ഇനിയിപ്പോ വരാൻ പോണ ആരൊക്കെ? ആർഷോ കീർഷോ ആദികളാണ് ഇനി വരാനുള്ളത്. എന്തായിരിക്കും ശരി? ചിന്താ ജെറോമിനെ പോലുള്ളവർ എന്ത് പദവിയിൽ ഇരുന്നിട്ട് എന്താ കാര്യം?
അപ്പോ പിന്നെ എന്താണ് ജെയ്ക്കോ ഷെയ്ക്കോ ജെയ്ക് തോമസ് വായ തുറന്നാൽ വീട്ടിൽ കേൾക്കുന്നവന്റെ വോട്ട് പോകില്ലേ? ഉറപ്പല്ലേ? അപ്പൊ ഈ ഈ അവസ്ഥ ഗോവിന്ദ മാഷ് വാ തുറന്നാൽ 100 പേര് പാർട്ടിന്ന് അകലുമോ ഉറപ്പല്ലേ? പറഞ്ഞതുപോലെയാണ് ഇവന്മാര് വാ തുറന്നാൽ. ഗോവിന്ദ മാഷ് ഒരു ഇദ്ദേഹം സൈദ്ധാന്തികനാണല്ലോ. മാർസിയൻ സിദ്ധാന്തങ്ങൾ മുഴുവനും വന്നത് ഇംഗ്ലീഷിലാണ്. ജർമ്മനിലും ഇംഗ്ലീഷിലും ഒക്കെയാണല്ലോ വന്നത്. എം വി ഗോവിന്ദ മാഷ് ഒരു വാചകം ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞട്ടെ, അറിയാൻ വേണ്ടിയാ. അപ്പൊ അതുകൊണ്ട് ആ പണി പുതിയ തീർച്ചയായിട്ടും ഏതായാലും ഇതൊക്കെ പുതിയ കാലത്തിന് ചേർന്ന ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കാൻ ഏതായാലും പ്രതിപക്ഷത്താണല്ലോ, ഇപ്പോഴെങ്കിലും CPM ഒക്കെ ഒന്ന് മുൻകൈ എടുത്താൽ നല്ലതാണ്. നല്ല മാതൃകകൾ കണ്ട് പഠിക്കാനെങ്കിലും തയ്യാറാവട്ടെ. അതാണ് റോജി എം ജോണിന്റെ മാതൃക. പുതിയ തലമുറയിലെ പുതിയ തലമുറയിലെ യുവ നേതൃത്വം വിദ്യാർത്ഥി നേതൃത്വം. പറ്റുമെങ്കിൽ റോജി എം ജോണിനെ കൊണ്ടൊരു ക്ലാസ് എടുപ്പിച്ചോട്ടെ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.